ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹം കൊണ്ടും കർത്താവിൻ്റെ വിശുദ്ധി കൊണ്ടും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടും കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ടും നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മുന്നമേ പ്രാർത്ഥിക്കുന്നു. നാം കുറച്ച് ദിവസങ്ങളായി ചിന്തിച്ചു വന്നത് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ ചില കാര്യങ്ങളാണ്. യേശു പിന്നെയും പള്ളിയിൽ ചെന്നു എന്ന് നാം ചിന്തിച്ചു. യേശു ചെല്ലാൻ കാരണം അവിടെ കുറവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു, വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. എവിടെ കുറവുണ്ടോ, എവിടെ പോരായ്മയുണ്ടോ, എവിടെ താഴ്ചയുണ്ടോ, എവിടെ അപകർഷതാബോധമുണ്ടോ, എവിടെ നിസ്സാരത്വം ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടോ, അവിടെയെല്ലാം ആശ്വാസദായകനായി ഓടിച്ചെല്ലുന്നവനാണ് എൻ്റെ യേശു. ഞാനിതെല്ലാം പറയുന്നത് എൻ്റെ ജീവിത അനുഭവങ്ങൾ അയവിറക്കിക്കൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. ഞാൻ പലപ്പോഴും വചനശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു ചെയ്തത്, എന്നെ സ്നേഹിച്ചത്, എന്നെ വിളിച്ചത്, എന്നെ വേർതിരിച്ചത്, എന്നെ കർത്താവ് തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്, എന്നെ ആ രക്തം കൊണ്ട് കഴുകിയെടുത്തത്, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയത്, എന്നിൽ കർത്താവ് ആശ വെച്ചത്, എന്നെ അനേകം ദുരിതങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ചത്, ആത്മീയമായി കർത്താവ് അനുഗ്രഹിച്ചത്, ഇങ്ങനെ 100 അനുഭവങ്ങൾ എൻ്റെ ഉള്ളിൽ അയവിറക്കിക്കൊണ്ടാണ് ഞാൻ ഓരോ പ്രാവശ്യവും ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പോരായ്മകൾ എവിടെയുണ്ടോ അവിടെ ഓടി വരും എൻ്റെ കർത്താവ്. ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ സഹോദരീ സഹോദരങ്ങളെ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കുറവുള്ളവരാണോ, പോരായ്മകളുള്ളവരാണോ, നിങ്ങൾക്ക് ബലഹീനതകളുണ്ടോ, ജീവിതത്തിൽ വരൾച്ചയുണ്ടോ, കർത്താവ് അവിടെ ഓടി വരും. പിന്നെയും കർത്താവ് വന്നു. കർത്താവ് ഒരിക്കലല്ല വരുന്നത്, പിന്നെയും കൂടെ കർത്താവ് വരും. നിങ്ങളെ കിട്ടുവോളം, നിങ്ങളെ കർത്താവിൻ്റെ കയ്യിൽ കിട്ടുവോളം കർത്താവ് നിങ്ങളുടെ പിന്നാലെ നടക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു പള്ളിയാകുമ്പോൾ, ഒരു ദൈവാലയമാകുമ്പോൾ അവിടെ എത്രയോ ആളുകൾ കാണും. അവരെ വലിയ സമ്പന്നർ കാണും. അന്ന് യെരുശലേം ദേവാലയത്തെക്കുറിച്ച് വരുമ്പോൾ പരീശന്മാര്, സദൂക്യര്, പുരോഹിതന്മാര്, മഹാപുരോഹിതന്മാര്, അങ്ങനെ ഉന്നത ശ്രേഷ്ഠന്മാരും ഉന്നത കുലജാതന്മാരും ഒരു പോരായ്മ പുറമേ ഇല്ലാത്തവരും ആയ അനേകരവിടെ ഉണ്ടായിരുന്നിരിക്കുക. എന്നാൽ ഇവിടെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. എന്താ ഇത് തമ്മിലുള്ള ബന്ധം? യേശു പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. ഈ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ദൈവാലയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശു പിന്നെയും ദേവാലയത്തിൽ ചെന്നു എന്ന് നമുക്ക് അതിനെ ഒന്ന് തിരിച്ച് ചിന്തിക്കാം. ശരിയല്ലേ അത്? അതെ പ്രിയരെ, നിങ്ങളാരും നിരാശപ്പെട്ടിരിക്കണ്ട. നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിലേക്ക് നോക്കി, ഇതുവരെയും താഴ്ചകളും, ഇതുവരെയും പോരായ്മകളും, ഇതുവരെയും കുറവുകളും, ഇതുവരെയും പാകപ്പിഴകളും മറ്റുള്ളവരെ പോലെ ആയില്ല. ഇന്ന് എന്നെ ഒരു കുടുംബത്തിലുള്ള ഒരു അമ്മച്ചി വിളിച്ചു പറഞ്ഞു ഇങ്ങനെ, സാറേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും നല്ല സമ്പന്നരാണ്, വലിയ ഉയർന്നവരാണ്. ഞങ്ങളുടെ വീട് മാത്രം ഒരു ചെറിയ വീടാണ്. അതുകൊണ്ട് എൻ്റെ മോന് ഭയങ്കര നിരാശയാണ്. അവൻ സ്വന്തക്കാരുടെ വീട്ടിൽ പോവുകയില്ല. സ്വന്തക്കാരെങ്കിലും അധികം കാണാൻ വരാറില്ല. അവർ വലിയ ഉന്നതരാണ്. പക്ഷെ ആരെങ്കിലും വന്നാൽ അവൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. പറയുകയാണ്, ഞങ്ങൾ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ സാമ്പത്തികമായി നിങ്ങൾ മറ്റു കുടുംബങ്ങളുടെ നിലവാരമനുസരിച്ച് നിങ്ങൾ ആയില്ല എങ്കിലും നിങ്ങളെ ഒഴിച്ചു കളയാത്തൊരു ദൈവമുണ്ട്, നിങ്ങളെ മാറ്റി നിർത്താത്തൊരു യേശുവുണ്ട്. നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളുടെ പോരായ്മയിൽ, നിങ്ങളുടെ ബലഹീനാവസ്ഥയിൽ, നിങ്ങളുടെ ആ കുറഞ്ഞ താഴ്ച അവസ്ഥയിൽ നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ദൈവം എപ്രകാരം പറയുന്നു,
ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരമല്ല ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെ ഇരിക്കുന്നുവെന്ന്. ഇത് ദൈവവചനമാണ് ഞാൻ പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. കർത്താവ് അങ്ങ് ഉന്നതന്മാരോടുകൂടെ മാത്രം ഇരിക്കുന്നവനല്ല പ്രിയരെ. നിങ്ങൾ ചിന്തിക്കൂ, മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഇന്ന് മനസ്താപത്തോടെ കഴിയുകയാണോ? നിങ്ങൾ മനോവിനയത്തോടെ കഴിയുകയാണോ? നിങ്ങൾ ഇന്ന് എളിമയിൽ കഴിയുകയാണോ? നിങ്ങളുടെ നിസ്സാരതയിൽ നിങ്ങൾ ചുരുങ്ങിക്കഴിയുകയാണോ? നിങ്ങളുടെ കുറവുകളും പോരായ്മകളും ലോകപ്രകാരം നിങ്ങൾക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ വരണ്ടു കഴിയുകയാണോ? നിങ്ങളെ മറക്കാത്തൊരു യേശു ഉണ്ടെന്ന് എൻ്റെ അനുഭവത്തോട് ചേർത്ത് ഞാൻ നിങ്ങളോട് പറയാം. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം ഞാൻ അതുവരെ പാൻസ് ഇട്ടിട്ടില്ല, നിക്കറായിടുന്നത്. അതും കീറിയതും പറഞ്ഞതുമായ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുവാൻ ഗവൺമെൻറ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. എൻ്റെ പിതാവിന് എനിക്കൊരു പാൻസ് വാങ്ങിച്ചു തരാൻ മാർഗം ഉണ്ടായിരുന്നില്ല. ഒരു മുണ്ടും ഒരു ഷർട്ടും എനിക്ക് വാങ്ങിച്ചു തന്നു. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഒരു പാൻസിന്. എൻ്റെ പിതാവ് കൂലിവേല എടുക്കുന്ന വീട്ടിൽ ആ മധ്യവേല അവധിക്കാലം ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കൂലിവേല എടുത്താണ് ഞാൻ ആദ്യമായി ഒരു പാൻസും ഷർട്ടും വാങ്ങിച്ചിട്ടത്. എന്നാൽ കഴിഞ്ഞ 37 വർഷമായി ഒരു ഉന്നതമായ സ്ഥാപനത്തിൽ, ഒരു ഉന്നതമായ പൊസിഷനിൽ ഞാൻ ജോലി ചെയ്യുന്നു. എൻ്റെ ഭാര്യയും ജോലി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സ്ഥിതി മാറ്റുന്നൊരു ദൈവമുണ്ട്. ഇന്ന് എൻ്റെ മാതാപിതാക്കളും ഞങ്ങൾ കുടുംബവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും കൊച്ചുമോനും അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാണ്. സ്വർഗ സമാധാനം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ആരാണ് മാറ്റിയത്? യേശുക്രിസ്തു. ഞാൻ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്നവരെയും ഞാനങ്ങനെ തലമുമ്പിട്ട് നടക്കുമായിരുന്നു. ഒരു അപകർഷതാബോധം എന്നെ ബാധിച്ചിരുന്നു. ഒരു നാണം, ഒരു ലജ്ജ. മറ്റുള്ളവർ 2 പേര് കൂടുന്ന സ്ഥലത്ത് എനിക്ക് പോകാൻ വിഷമമായിരുന്നു, സങ്കടമായിരുന്നു. ഞാൻ ഏതുമില്ല എന്ന് ഞാൻ ചിന്തിച്ചവനായിരുന്നു. എന്നാൽ അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം എന്നെ തേടി എൻ്റെ അരികിലേക്ക് വന്നു, എൻ്റെ നിസ്സാരതയിലേക്ക് വന്നു. 19ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം പ്രൊഫസർ M.Y. യോഹന്നാൻ സാറിൻ്റെ നാവിലൂടെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ തിരുവചനം എന്നെ സന്ദർശിച്ചു. മോനെ, എൻ്റെ ജീവിതം എനിക്ക് തരാമോ എന്നെൻ്റെ യേശു ചോദിച്ചു. അന്ന് ഈ ജീവിതം ഞാൻ യേശുവിന് കൊടുത്തു. അന്നു മുതൽ എൻ്റെ തല പിടിച്ച് കർത്താവ് ഉയർത്തി. അഹങ്കാരം പറയുകയല്ല, ഒട്ടും പൊങ്ങച്ചം പറയുകയല്ല. ഇന്ന് കോടിക്കണക്കിന് മനുഷ്യരുള്ളൊരു സ്റ്റേജിൽ, ഒരു സ്ഥലത്ത്, ആ സ്റ്റേജിൽ കയറി എൻ്റെ യേശുവിനെ കുറിച്ച് പറയാൻ എനിക്ക് ചഞ്ചലിപ്പില്ല, എനിക്ക് ഭയപ്പാടില്ല. കാരണം ഞാൻ അത്യുന്നതനായ എൻ്റെ കർത്താവിൻ്റെ മകനാണെന്നുള്ള ഉറപ്പ് എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ യേശുവിൻ്റെ മകനാണ്. യേശുവിൻ്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി. എൻ്റെ ജീവിതത്തിലെ പോരായ്മകളെല്ലാം മാറ്റി എൻ്റെ കർത്താവിൻ്റെ കരുത്തിൽ പിടിച്ചു. ഒരുപാട് വരൾച്ചകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു, വരൾച്ചകളെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ലജ്ജ കൂടാതെ പറയാം. ഞാൻ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് 5 പൈസ കൊടുത്താൽ 5 നാരങ്ങ മിഠായി കിട്ടും. ഒരു നാരങ്ങ മിഠായി വാങ്ങിച്ചു കഴിക്കാൻ എനിക്ക് മാർഗം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന വിജയൻ, ഞാൻ അവനെ ഇന്നും ഓർക്കുന്നുണ്ട്. ആ വിജയൻ എന്നും അവൻ്റെ പിതാവിന് അവിടെ ഒരു കടയുണ്ട്, അവിടെ പോയി ഊണ് കഴിച്ചിട്ട് അവൻ എന്നും ഒരു നാരങ്ങ മിഠായി തിന്നുകൊണ്ട് വരും. ഞാൻ അവൻ്റെ അടുത്തിരിക്കും. എനിക്ക് ഈ നാരങ്ങ മിഠായിയുടെ സുഗന്ധം വരുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം നിറയും. എനിക്ക് കൊതിയാണ്. പക്ഷേ എനിക്കില്ല. എനിക്ക് മാത്രം വാങ്ങിച്ചു തരാൻ എൻ്റെ പിതാവിന് പൈസയില്ല. എനിക്ക് സങ്കടം വന്നു. എനിക്ക് കൊതി സഹിക്കാൻ കഴിയാതെ ഒരിക്കൽ ഞാൻ അവനെ രഹസ്യമായി വിളിച്ച് ക്ലാസ് റൂമിൻ്റെ പുറത്തു കൊണ്ടുവന്ന്, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരു ഗന്ധരാജൻ ചെടിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ വായിൽ കിടക്കുന്ന മിഠായി എനിക്ക് തരാം. അവനത് തന്നു. അവൻ വായിലിട്ട മിഠായി ഞാൻ വായിലിട്ട് ഞുണഞ്ഞു. ഇത് ലോകമെമ്പാടും കേൾക്കുന്ന ഒരു യൂട്യൂബ് ചാനലിലാണിത്. പക്ഷെ ഞാൻ ലജ്ജയില്ലാതെ പറയുന്നത് എന്താണെന്ന് അറിയാമോ?
ഇന്ന് പലർക്കും കൊടുക്കുവാൻ കർത്താവ് ഈ കൈകളിൽ തന്നു. എനിക്ക് എൻ്റെ കർത്താവിനോടേക്ക് നന്ദിയുണ്ട്. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് ആരും എന്നെ നിർബന്ധിച്ചിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല, ആരും പ്രോത്സാഹനം തന്നിട്ടല്ല. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, യേശുക്രിസ്തുവിനോടുള്ള നന്ദി, എൻ്റെ യേശുവിനോടുള്ള നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദന, സത്യമറിയാതെ അനേകർ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വെളിച്ചം കിട്ടിയവർ പോലും എൻ്റെ കൂട്ടായ്മ, എൻ്റെ സഭ, എൻ്റെ ശുശ്രൂഷ, എൻ്റേതെന്ന് പറഞ്ഞ് അതിൽ അഭിമാനം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, അതും ഒരു നാശമാണ്. രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു, പക്ഷേ സ്വാർത്ഥമായ ചിന്തകളും സ്വാർത്ഥമായ കാര്യങ്ങളും, മറ്റുള്ളവരെ ആദരിക്കാൻ കഴിയുന്നില്ല, മറ്റ് ദൈവവേല ചെയ്യുന്നവരെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല, മറ്റു കൂട്ടായ്മയിൽ പോകുന്നവരെ ഒരു അകൽച്ചയോടെ കാണുന്നു. അതൊന്നും ദൈവികമല്ല പ്രിയരെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് കേവലം ആ 12 ശിഷ്യന്മാരെ മാത്രം ഉദ്ദേശിച്ചല്ല. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കാൻ പോകുന്ന വലിയൊരു ജനസമൂഹത്തെ കർത്താവ് ആത്മാവിൽ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, ലോകമെമ്പാടും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ തമ്മിൽ സ്നേഹം വേണം. ആ ഒരു കാഴ്ചപ്പാടാണ് 2020 കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചതെന്ന് പറയട്ടെ. ആ ഒരു കാഴ്ചപ്പാട്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്ന്. പല കൂട്ടായ്മയായിരിക്കാം, പല സഭകളായിരിക്കാം, പല സഭയിലെ പല ക്രമീകരണങ്ങളുണ്ടായിരിക്കാം, സാമ്പത്തികമായ പല നിലവാരത്തിലുള്ളവരായിരിക്കാം. പക്ഷേ സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും രാജ്യത്തിലുമുള്ളവർ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ഒന്ന് എന്നുള്ള വലിയ കാഴ്ചപ്പാട് ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് നിക്ഷേപിച്ചു തന്നു. കർത്താവിന് സ്തോത്രം. ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വചനം പറയുന്നത്. ഞങ്ങളിവിടെ മൂവാറ്റുപുഴയിലാണ് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നത്. പക്ഷേ മൂവാറ്റുപുഴയിലുള്ള ഓരോ ചർച്ചകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മൂവാറ്റുപുഴ മാത്രമല്ല, അനേക സ്ഥലങ്ങളിലുള്ള ചർച്ചകൾ, ദൈവമക്കൾ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, അവർ ഏത് സഭയാണെന്ന് ഞങ്ങൾ നോക്കാറില്ല, ഏത് ചർച്ചാണെന്ന് നോക്കാറില്ല, ഏത് കൂട്ടായ്മയാണെന്ന് നോക്കാറില്ല. അവർക്ക് യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുണ്ടോ, അവർ എൻ്റെ സ്വന്തം സഹോദരനും സഹോദരിയും ക്രിസ്തുവിൽ, ബ്രദർ ഇൻ ക്രൈസ്റ്റ്, സിസ്റ്റർ ഇൻ ക്രൈസ്റ്റ്. അങ്ങനെ വിശാലമായ ഒരു കാഴ്ചപ്പാട് തന്നു. വിശ്വാസത്തിലുള്ള കാഴ്ചപ്പാടിലുള്ള വരൾച്ചകൾ ഇന്ന് വരണ്ട് കിടക്കുകയാണ് മനുഷ്യരെ. വരൾച്ച മാറണ്ടേ? ക്രിസ്തുവിൻ്റെ മനസ്സ്. അമേരിക്കയിലുള്ള വിശ്വാസി, ആ വിശ്വാസിയെക്കുറിച്ച് കർത്താവ് പറയും, എൻ്റെ രക്തത്തിൻ്റെ വില എൻ്റെ അധ്വാന ഫലം. ഇവിടെ ഇംഗ്ലണ്ടിലുള്ള ഒരു ദൈവവേലിനെ കുറിച്ച് കർത്താവ് പറയും, അവനും എൻ്റെ രക്തത്തിൻ്റെ വില എൻ്റെ അധ്വാന ഫലം. ഇവിടെ കേരളത്തിലുള്ള ദൈവവേലിനെ കുറിച്ചും, അങ്ങ് ആന്ധ്രയിലുള്ള ദൈവത്തിനെ കുറിച്ചും, നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ദൈവവേലിനെ കുറിച്ചും, അങ്ങ് ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ എവിടെയെങ്കിലും ഗൾഫ് നാടുകളിലോ ഉള്ള യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ കുറിച്ച് യേശു പറയുന്ന ഒരു കമന്റ്, ഇത് എൻ്റെ രക്തത്തിൻ്റെ വിലയാണ്, എൻ്റെ അധ്വാന ഫലമാണെന്ന്. പിന്നെ എന്ത് പ്രത്യേകത, എന്ത് വ്യത്യാസം പ്രിയരെ! വരൾച്ച വിശ്വാസത്തിലും കാഴ്ചപ്പാടിലുള്ള വരൾച്ചകൾ മാറണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെയെല്ലാം അങ്ങ് പറഞ്ഞു വന്നേ ഉള്ളൂ. ഞാനൊന്നും ആലോചിച്ച് പറഞ്ഞതല്ല, ഇങ്ങനെ പറയണമെന്ന് ഉദ്ദേശം പറഞ്ഞതല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാഴ്ചപ്പാടുകൾ മാറണം. എവിടെയെല്ലാം വരൾച്ചയുണ്ടോ ആ വരൾച്ച മാറ്റാൻ യേശു അവിടെ വരും. ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ വരൾച്ചയുള്ളവരാണ്. വരൾച്ച എന്ന് പറഞ്ഞാൽ കുറവെന്ന് വിചാരിക്കൂ. കൈക്ക് വരൾച്ചയുള്ളൊരു മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വരാൻ അവന് വിഷമമാണ്. കാരണം എനിക്ക് മാത്രം ഒരു കൈ വരണ്ടിരിക്കുന്നു. മറ്റുള്ളവർ ആ കൈയിലേക്ക് തന്നെ നോക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ പ്രയാസം. അതേ കുറവുകളിലേക്ക് മനുഷ്യൻ നോക്കും, കുറവുകളുള്ളവരിലേക്ക് നോക്കും. സഹായിക്കാനാകണമെന്നില്ല, ഒരുപക്ഷെ ആക്ഷേപിക്കാനായിരിക്കും, ഒറ്റപ്പെടുത്താനായിരിക്കും, കുറവുകൾ കണ്ടിട്ട് നമ്മെ കുറവുള്ളവരെന്ന് പറഞ്ഞ് താഴ്ത്തിക്കെട്ടാനായിരിക്കാം. പക്ഷേ യേശു ഉണ്ടല്ലോ, യേശു കുറവുള്ളവനെ അന്വേഷിച്ച് വരുന്നത് അവൻ്റെ കുറവുകൾ പരിഹരിക്കാനാണ്, കുറവുകൾ നികത്തിത്തരാനാണ്. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ജീവിതത്തിൽ വരൾച്ച പറ്റിയവരുണ്ടോ, കുറവുകൾ പറ്റിയവരുണ്ടോ, പോരായ്മകൾ പറ്റിയവരുണ്ടോ, ഏതെങ്കിലും കാര്യത്തിൽ എനിക്കില്ലല്ലോ എന്നോർത്ത് നിങ്ങളുടെ ഹൃദയം കേഴുന്നുണ്ടോ,
എനിക്ക് ഉയരാൻ പറ്റിയില്ലല്ലോ, എനിക്ക് വളരാൻ പറ്റിയില്ലല്ലോ, എൻ്റെ കൂടെയുള്ള പലരും ഉയർന്നും വളർന്നും പോയി, എൻ്റെ ജീവിതം എങ്ങനെയാണല്ലോ എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ട് ഉള്ളിൽ പുറമേ ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിരാശയുടെ ആ നെടുവീർപ്പുമായി കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് എൻ്റെ യേശു നിങ്ങളെ അന്വേഷിച്ച് പിന്നെയും നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. നിങ്ങൾ വചനം കേട്ടവരാണ്, നാളുകൾ വചനം കേട്ടവരാണെങ്കിലും നിങ്ങളുടെ അടുക്കൽ പിന്നെ യേശു വരികയാണ്. എന്തിന്? മോനെ നിന്നെ തേടി, മകളെ നിന്നെ തേടി, വരൾച്ചയുള്ള നിന്നെ തേടി യേശു വന്നിട്ടുണ്ട്. നിനക്ക് ആ കൈ ഒന്ന് നീട്ടാമോ? നിന്റെ വരൾച്ച യേശുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കാമോ? എങ്കിൽ യേശു പ്രവർത്തിക്കും. അതിനെക്കുറിച്ചെല്ലാം അടുത്ത പ്രസംഗത്തിൽ നമുക്ക് പറയാം. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കാമോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ കുറവുകളോടുകൂടെ കൊടുക്കാമോ? യേശു ഏറ്റുവാങ്ങും. ആ നല്ലവനായ യേശു ഇപ്പോൾ ഇതാ നിങ്ങളുടെ അരികിൽ വന്നിരുന്നിട്ട് അവൻ്റെ കൈ, ആ കുറവുകൾ തീർക്കുന്ന കരം നിങ്ങളുടെ നേരെ നീട്ടിയിട്ട് ചോദിക്കുന്നു, മോനെ നിന്റെ ജീവിതം എനിക്ക് തരാമോ? മകളെ നിന്റെ ജീവിതം എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്ന ഈ നല്ല സമയം നാഥ അവിടുത്തെ ഇപ്പോഴത്തെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ആയിരിക്കുന്നത് പോലെ തരുന്നു. ഞാൻ അങ്ങേൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. അങ്ങൻ്റെ കർത്താവെന്ന് ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ യേശു ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങൻ്റെ രക്ഷിതാവാണ്, അങ്ങേൻ്റെ രക്ഷിതാവും കർത്താവ് ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ നിങ്ങൾ പറഞ്ഞെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും, അനുഗ്രഹിക്കപ്പെടും. കർത്താവ് ആത്മീയമായി നിങ്ങളെ ഉയർത്തും, ഭൗതികമായി നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഗൈഡൻസ്, ആത്മീയമായ ഒരു ഗൈഡൻസ് കിട്ടേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രയർ ടീമിലേക്ക് വിളിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ